ഇടുക്കിയിലെ കുമിളിയിൽ പിതാവിൻ്റെയും രണ്ടാനമ്മയുടെയും ക്രൂരതയ്ക്കിരയായി ആരോഗ്യ പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ഷെഫീഖിനെ നമ്മൾ മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല. ഷെഫീഖിനെ പരിചരിക്കാൻ സർക്കാർ തിരഞ്ഞെടുത്ത രാഗിണി 11 കൊല്ലമായി പോറ്റമ്മയായി ഷെഫീഖിനൊപ്പം ഉണ്ട്. രാഗിണിക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലിയുടെ കാര്യത്തിൽ വർഷങ്ങൾക്ക് ശേഷവും തീരുമാനമായിട്ടില്ല എന്ന് പറയുന്നു. സർക്കാർ ജോലി ലഭിച്ചെങ്കിലും ഷെഫീഖിനെ ഉപേക്ഷിച്ച് മറ്റൊരിടത്ത് പോയി ജോലി ചെയ്യാൻ കഴിയില്ല എന്നാണ് രാഗിണി പറയുന്നത്. ഞാൻ കൊച്ചിനെ ഇട്ടിട്ട് ജോലിക്ക് പോകണോ? അതാണ് എൻ്റെ ചോദ്യം. ആര് പോകാൻ പറഞ്ഞാലും എൻ്റെ കൊച്ചിന് ദോഷം വരുന്ന രീതിയിൽ ഞാൻ തീരുമാനം എടുക്കത്തില്ല. എനിക്ക് ജോലിയല്ല, എന്നെ കെയർ ടേക്കറായിട്ട് നിലനിർത്തി, ഒരു അറ്റൻഡർ പോസ്റ്റായിട്ട് നിലനിർത്തി അവൻ്റെ കൂടെ തന്നെ അവൻ്റെ അമ്മയായിട്ട് എനിക്ക് ജീവിക്കണം. കോമയിലിരിക്കുന്ന കൊച്ചിനെ ഇത്ര ആക്കി 24 മണിക്കൂർ ഈ റൂമിൻ്റെ അകത്ത് ഇരിക്കുമെന്ന് പറഞ്ഞാൽ അവൻ്റെ സേഫ്റ്റിയാണ്. പുറത്തിറങ്ങി നടന്ന് അവനെ അത് കാണിച്ച് പോയാൽ അവന് വയ്യാഴിക വരും, അവന് ജീവനപടവും വരും. അവൻ്റെ ജീവനാണ് അത് ഞാൻ നിലനിർത്തുന്നത്. കേരളത്തിലോ എവിടെയെങ്കിലും ഒരു കൊച്ചുങ്ങൾക്ക് ഏതെങ്കിലും ഒരു പീഡനമോ എന്തെങ്കിലും നടക്കട്ടെ, അന്നേരം ചൈൽഡ് വെൽഫെയറിലും സാമൂഹ്യ നീതി വനിതാ ശിശുക്ഷേമ വകുപ്പിൽ നിന്ന് ഇൻസ്പെക്ഷന് വരും. കൊച്ചെങ്ങനെയുണ്ട് അങ്ങനെന്ന് ചോദിക്കും. പക്ഷെ കൊച്ചെങ്ങനെയുണ്ടെന്ന് എൻ്റെ ഒപ്പം രാഗിണി എന്ന അമ്മ എങ്ങനെയുണ്ടെന്നും അന്വേഷിക്കണമായിരുന്നു. തൊടുപുഴയിൽ നിന്ന് എബിൻ ജോസ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. എബിൻ, ഗുഡ് മോർണിംഗ്. പറയൂ, ഈ അമ്മയുടെ ഇപ്പോഴത്തെ വേദനകൾ എന്തൊക്കെയാണ്? SKN മലയാളിയുടെ മനസാക്ഷിയൊക്കെ പിടിച്ചു കുലുക്കിയ സംഭവമായിരുന്നു ഷെഫീഖിൻ്റെത്. 2013 ഈ സംഭവം ഉണ്ടായത്. പിതാവിൻ്റെയും രണ്ടാനമ്മയുടെയും മർദ്ദനമേറ്റ് ഗുരുതരാവസ്ഥയിലായ ഷെഫീഖിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം പിന്നീട് ഷെഫീഖിനെ ഏറ്റെടുക്കാൻ ആരുമുണ്ടായില്ല. സർക്കാർ തന്നെ കെയർ ടേക്കറായി രാഗിണി എന്ന് പറയുന്ന യുവതിയെ നിയമിക്കുന്നു. ഇത് 2013 പിന്നീട് ഒരു മാസത്തേക്കെന്ന് പറഞ്ഞാണ് ഈ അംഗൻവാടി ജീവനക്കാരിയായിരുന്ന രാഗിണിയെ ഷെഫീഖിനെ കെയർ ടേക്കറായി നിയമിക്കുന്നത്. പക്ഷേ പിന്നീട് ഷെഫീഖിന് പോറ്റമ്മയായി ഈ രാഗിണി മാറിയ കഥയെല്ലാം തന്നെ മാധ്യമങ്ങളിൽ വന്നതാണ്, മലയാളിക്ക് അറിയാവുന്നതുമാണ്. പക്ഷേ അന്ന് സർക്കാർ രാഗിണിക്കൊരു ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. 2014 ഈ ഷെഫീഖിനെ അല്ലസർ ഗ്രൂപ്പ് ഏറ്റെടുത്ത് ദത്തെടുക്കുകയും ചെയ്തു. പിന്നീട് തൊടുപുഴയിലുള്ള അല്ലസർ ആശുപത്രിയിലാണ് ഷെഫീഖ് കഴിയുന്നത്. മരണത്തോട് മല്ലടിച്ച കുട്ടി ഇപ്പോൾ സംസാരിക്കുന്ന രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ഈ രാഗിണി എന്ന് പറയുന്ന യുവതിയുടെ ഒരു കഠിന പ്രയത്നം വലുതാണ്. അവർ അവിവാഹിതയായ സ്ത്രീയാണ്. അവർ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചൊരു മാതൃകാപരമായ പ്രവർത്തനമുണ്ട്. ഇതിനെല്ലാം കണക്കിലെടുത്താണ് ഒരു സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തത്. പക്ഷേ ഈ 11 വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇതിലൊരു തീരുമാനമുണ്ടായത്. അതായത് തീരുമാനം തൊടുപുഴ ICDSൽ അറ്റൻഡർ തസ്തിക സൃഷ്ടിച്ച് ഇവർക്ക് നിയമനം നൽകുമെന്നായിരുന്നു. പക്ഷേ ഇവർക്കിപ്പോൾ ഷെഫീഖ് എന്ന് പറയുന്ന ഈ കുട്ടിയെ പിരിഞ്ഞു പോകാൻ പറ്റില്ല. കാരണം ഇവർ ഈ 11 വർഷം അവിവാഹിതയാണ്, വിവാഹം കഴിച്ചിട്ടില്ല, മറ്റ് കുടുംബാംഗങ്ങളുമായി ബന്ധമില്ല, ആ രീതിയിൽ പോകുന്ന ഒരാളാണ്. ഈ ഷെഫീഖിനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഷെഫീഖിന് ഈ രാഗിണിയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. കാരണം ഷെഫീഖ് ആ രീതിയിലുള്ള ഒരു കുട്ടിയാണ്, സംസാരിക്കാനും അതുപോലെ തന്നെ ചലനശേഷിയും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ രാഗിണിയുടെ സാമീപ്യം ആവശ്യമാണ്. രാഗിണിയുടെ സാമീപ്യമില്ലാതെയും ഈ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യമില്ല. അതുകൊണ്ടാണ് ഈ രാഗിണി ഇപ്പോൾ കിട്ടിയ ജോലി, അതായത് സർക്കാർ ഇപ്പോൾ ഒരു ജോലി 11 വർഷത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഷെഫീഖിനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. കഴിഞ്ഞ 11 വർഷമായി പലപ്പോഴും ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആരും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ തനിക്കൊരു ജോലി തന്ന് തടി തപ്പാനുള്ള ശ്രമങ്ങളായിരിക്കാം ഇതിൻ്റെ ഭാഗത്ത് എന്നുള്ള ആരോപണമെല്ലാം രാഗിണി ഉന്നയിക്കുന്നുണ്ട്. ഈ ഷെഫീഖിനൊപ്പം നിൽക്കുന്ന തരത്തിൽ ഈ നിയമനം നൽകിയാൽ മാത്രമാണ് ഇപ്പോൾ ജോലിയുമായി മുന്നോട്ട് പോകാനാകൂ എന്നുള്ളതാണ് രാഗിണി പറയുന്നത്. SKN. ഓക്കെ, താങ്ക് യു. എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ അമ്മയുടെ വേദനയ്ക്കൊരു പരിഹാരം വേണം. തീർച്ചയായിട്ടും സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.